ഹായ് ഫ്രണ്ട്സ്, രാവിലെ തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഞാൻ പറമ്പിലോട്ടൊക്കെ ഇറങ്ങി എന്തൊക്കെയുണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ പാകമായോ ഏതെങ്കിലും പറിക്കാനായിട്ട് ഉണ്ടോയെന്ന് അറിയാനായിട്ട് ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ കാന്താരി നിൽപ്പുണ്ട്. കാന്താരി മുളക് അവിടെ ഇവിടെയൊക്കെ പഴുത്ത് അടക്കാറായിട്ട് നിൽപ്പുണ്ട്. കുറച്ച് അതെടുക്കണം. മഴ പെയ്യുന്നുണ്ട്. ഇവിടെ എൻ്റെ അസുരമുളക് നല്ല മണമുള്ള ഇനമായത്. പാകമായിട്ട് വിളഞ്ഞില്ല, പറിക്കാറായി വരണതേ ഉള്ളൂ. ഇതിൽ നിൽപ്പുണ്ട്. നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പറിക്കാം. ഇത് നാടൻ വെണ്ടയാണ്. ഒത്തിരി നാളായി, അതിൻ്റെ കാലാവധിയൊക്കെ ഒത്തിരി ആയെങ്കിലും ഇപ്പോഴും ഉണ്ടോ പൂവിട്ട് നിറയെ അതിൽ മൊട്ടുണ്ട്. അതിൽ കൂടെ തന്നെ ഒരു പാവൽ വള്ളി പടർന്ന് കിടപ്പുണ്ട്. അതിലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ വെട്ടിക്കളഞ്ഞില്ല. നിൽക്കട്ടെ, എത്രയാണോ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. അയ്യോ, ഞാൻ ഇപ്പോൾ വീണേനെ. ഇതാ ചേന, അതിൻ്റെ വിളവെടുപ്പ് ആയി. ഇങ്ങനെ പട്ട് പോകുമ്പോഴാണ് വിളവെടുക്കേണ്ട സീസണാകുന്നത്. നമുക്കിതിന് പിഴുതെടുത്ത് പുഴുങ്ങി കഴിക്കാൻ പറ്റും. ഇവിടെ ഒരു മൂട് മരിച്ചിനി നിൽപ്പുണ്ട്. മരിച്ചിനിയും ഒന്നും ആയില്ല, പാകമായില്ല. അത് നമുക്ക് പിന്നീട് പറിക്കാം. ചേമ്പുണ്ട്. ചേമ്പും ഇപ്പോൾ സീസണാണ്. എന്തെങ്കിലും കാണുമോയെന്ന് അറിഞ്ഞൂടെ. അതിൻ്റെ മൂട്ടിൽ അപ്പുറത്ത് ഒരെണ്ണം നിൽപ്പുണ്ട്. വെട്ടി നോക്കി അറിയാം പാകമായോ ഇല്ലയോ ഒന്ന്. ഇതെൻ്റെ ചീനിയമര ഞാൻ കൊണ്ട് നട്ടതാണ് കേട്ടോ, പൂവിട്ട്. ഇവിടെയും കുറച്ച് പച്ചക്കറി തൈകളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. ഇതാ ഞാനൊരു ചീനിയമര നട്ട്, അതിൽ കാ വന്നിട്ടുണ്ട്. ഉണ്ടോ ചീനിയമരയ്ക്ക് വന്നിട്ടുണ്ട്. അതിൽ നിറച്ച് കാണാൻ പറ്റും. പൂവും കായൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഒരെണ്ണം ഉണ്ട്. അടുത്തിനി നമുക്ക് നമ്മുടെ പയർ നോക്കാനായിട്ട് പോവാം. എൻ്റെ പയർ പാകമായിട്ട് നിൽപ്പുണ്ട്. പറിക്കാനായിട്ടൊക്കെ പാകമായിട്ട് നിൽക്കുകയാണ്. ഇതാ പാവയ്ക്ക പഴുത്ത് പോയി. ഉണ്ടോ പാവയ്ക്ക മുകളിൽ ഒരെണ്ണം നിൽപ്പുണ്ട്. ഞാൻ പന്തലിട്ടതായിരുന്നു, പക്ഷേ അതെന്ത് ചെയ്തെന്നറിയോ, അതിൻ്റെ അടുത്തൊരു നാരകം ചെടി നിൽപ്പുണ്ട്. അതിലോട്ട് കയറി പടർന്ന് അത് മുകളിൽ പോയി കായ്ച്ച് നിൽക്കുകയാണ്. അത് പറിക്കാനുള്ള സമയം ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോരോ പയറിങ്ങനെ നിൽപ്പുണ്ട്. ഇവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ കുറ്റിപ്പയറാണെന്ന് തോന്നുന്നല്ലേ. കുറ്റിപ്പയറും ഉണ്ട്, നീളം പയറും ഉണ്ട്. പിന്നെ ഇത് വഴുതനങ്ങ ഉണ്ടായിരുന്നു. ഇതാണ്ടോ വഴുതനങ്ങ ഒരെണ്ണം കിടപ്പുവാണ്. എൻ്റെ അടിയിലോട്ടാണുള്ളത്. കണ്ടോ, വഴുതനങ്ങയുടെ വെയിറ്റ് കൊണ്ട് കൊമ്പൊക്കെ ചാഞ്ഞ് തറയിലോട്ടാണ് കിടക്കുന്നത്. ഇത് പാകമായെന്ന് തോന്നുന്നു. ഞങ്ങളത് പറിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് മാവിൽ മുക്കി പൊരിച്ചൊക്കെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. പാകമായിട്ടില്ല, കുറച്ചുകൂടെ വലുതാവും. നോക്കാം അടുത്തത് എന്താണെന്ന് നോക്കാം. ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന വറ്റൽ മുളകിൻ്റെ തൈകളാണ്. അതിങ്ങനെ പൊടിച്ച് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്, മൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടെല്ലാം. കുറച്ച് വെച്ചിട്ടുള്ളൂ. എങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിന് ഇതൊക്കെ ധാരാളം മതിയാവും. ഇതിൻ്റെ മൂട്ടിൽ കണ്ടോ മഷിത്തണ്ട് നിറച്ച് കിടക്കുക. നമ്മുടെ നാട്ടിൽ എന്താ ഇതിനെ പറയുന്നതെന്ന് അറിയില്ല. ഇവിടെയാണെങ്കിൽ കണ്ടോ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്ലേറ്റിലൊക്കെ തേക്കാനായിട്ട് എടുക്കുന്ന ഐറ്റമാണ്. ഇവിടെ നിറച്ചുണ്ട്. എത്ര പുഴുത് കളഞ്ഞാലും ഉണ്ടോ മഷിത്തണ്ട് കൊണ്ട് നിറഞ്ഞ് കിടക്കുകയാണ്. വൃത്തിയാക്കണം. ആഴ്ചയിലൊരിക്കലാണ് പച്ചക്കറിയുടെ മൂട്ടിലുള്ള കള പറിക്കാൻ വരുന്നത്. നിറച്ചുണ്ട് മഷിത്തണ്ട്. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതൊക്കെ അറിയുമോ? സ്ലേറ്റിൽ ഇന്നത്തെ
ഇന്ന് പിന്നെ ബാക്കി എല്ലാം വൃത്തിയാക്കണം. മുളകിൻ്റെ മൂട്ടിലും വെണ്ട നട്ടിട്ടുണ്ട്. നമുക്കിനി വെണ്ട കണ്ടിട്ട് വരാം. വെണ്ടയുടെ മൂട്ടിലൊക്കെ നിൽക്കുന്ന ഉണ്ടോ, ഇവിടെ നിറച്ച് മഷിത്തണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പിഴുത് കഴിഞ്ഞാൽ പെട്ടെന്ന് പിഴുത് വരും. അതുകൊണ്ട് ശ്രമകരമായ ജോലിയൊന്നുമല്ല. ഉണ്ടോ, ഒത്തിരി ഉണ്ട് എല്ലായിടത്തും. വെണ്ടയുടെ വിളവെടുപ്പ് കാലമൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ തീർന്നു. ഇനി ഇത് പിഴുത് കളഞ്ഞിട്ട് പുതിയ തൈ വെക്കണം. എൻ്റെ വീഡിയോസിലൊക്കെ നോക്കിയാൽ വെണ്ട പറിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണണം. ഇതൊക്കെ കഴിഞ്ഞു, ഇതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞു. വെള്ള പച്ച വെണ്ട കണ്ടോ, അത് അടുത്തെടുക്കാറായി. ഇതിലേക്ക് പപ്പായ അല്ലേ, പപ്പായ തൈയൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ വളർന്നു വന്നപ്പോൾ പിന്നെ അത് പിഴുത് കളഞ്ഞില്ല. ഞാൻ കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. കോഴിക്കൊക്കെ നല്ലതാണ് ഇതിൻ്റെ ഇല. കായ്ക്കുന്ന ഇനമാണെങ്കിൽ പപ്പായ നമുക്ക് കഴിക്കാം. അല്ല, കായ്ക്കാത്ത ഇനം ഉണ്ടല്ലോ, അങ്ങനത്തെ ആണെങ്കിൽ കോഴിക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് ഞാനിത് പിഴുത് കളഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് കുറച്ച് ഇലയെടുക്കും, കൊണ്ടുവന്ന് കോഴിക്കിട്ട് കൊടുക്കും. ഇതാ ഈ പൂത്ത് കിടക്കുന്നത് എന്താണെന്ന് മനസ്സിലായി ആർക്കെങ്കിലും? കണ്ടോ, മനസ്സിലായി? എൻ്റെ ഇല കണ്ടാൽ മനസ്സിലാവുമല്ലേ? കാച്ചിൽ വള്ളി. എൻ്റെ മൂട് വേറെ എവിടെയോ ആണ്, പടർന്ന് ഇങ്ങ് വന്ന് ഇവിടെ പൂത്ത് കിടക്കുവാണ്. ഇത് കണ്ടോ, കണിക്കൊന്നയുടെ കമ്പ, അതിലും നിറയെ പൂവാണ്. എന്താണെന്നറിയോ? കാച്ചിലിൻ്റെ പൂവാണിത്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? മഴത്തുള്ളിയൊക്കെ ദേഹത്ത് വീഴുന്നുണ്ടേ. മഴ പെയ്തിട്ട് തോർന്ന് നിൽക്കുന്ന സമയത്താണ് ഞാനിങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാൻ. കാച്ചിൽ വള്ളി. കാച്ചിൽ പറിക്കാനുള്ള സീസണായി, അത് പൂവിട്ടത്. ഈ ചെടി എന്താണെന്ന് മനസ്സിലായോ? പൂവില്ല കേട്ടോ ഇതിൽ. പൂ ഉണ്ടായിരുന്നെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. ഇടയ്ക്കൊക്കെ പൂടാറുള്ളൂ. ഇതാണ് പാരിജാതം ചെടിയാണിത്. പൂവായില്ല, വെള്ളത്തെറ്റി നിൽപ്പുണ്ട്, വെള്ളത്തെറ്റി പൂവ്. ചുവന്ന തെറ്റി ഞാൻ കാണിച്ചു തരാം. ഇതായി തറയിൽ പടർന്ന് കിടക്കുന്നത് എന്താണെന്നറിയോ? ഞൊട്ടാഞ്ഞൊടിയൻ എന്നാണ് ഇതിൻ്റെ പേര്. വളരെയധികം ഔഷധം ഉള്ളതാണെന്നൊക്കെ പറയുന്നു. നിറച്ച് കിടപ്പുണ്ട്. തറയിൽ പടർന്ന് പന്തലിച്ച് 2-3 ചെടിയാണ് ഉള്ളത്. നിറച്ച് കിടപ്പുണ്ട്. പാകമായി നിൽക്കുന്ന പയറും കൂടെ നമുക്ക് നുള്ളിക്കൊണ്ട് പോവാം. ഇന്ന് ഒരു തോരൻ വയ്ക്കാൻ കിട്ടും. ഇവിടെയൊക്കെ നിൽപ്പുണ്ട്, കണ്ടോ? പയറുവള്ളി കയറി പടർന്ന് ചുറ്റിയൊക്കെ കിടപ്പുണ്ട്. ഇവിടെ നിൽപ്പുണ്ട്. പാവയ്ക്ക പറിക്കണം നമുക്ക്. ഇങ്ങനെയെങ്കിലും ഒരു കമ്പെടുത്ത് പറിക്കാൻ ഞാൻ നോക്കട്ടെ. കുറച്ച് കഷ്ടപ്പെട്ടു ആ വള്ളി ഇങ്ങോട്ട് എടുത്തിട്ട്. പാവയ്ക്ക, നാടൻ പാവയ്ക്ക. ഞാൻ സ്വന്തമായിട്ട് വിത്തിട്ട് നട്ട് പൊടിപ്പിച്ചെടുത്ത പാവയ്ക്ക. നാടൻ പാവയ്ക്ക. അടുത്ത് വേറൊരെണ്ണം നിൽപ്പുണ്ട്. പക്ഷേ പറിക്കാനായിട്ടുള്ള പാകമായില്ല. എന്നാലും നമുക്ക് പറിച്ചെടുക്കാം. കാരണം ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ ഉണ്ടെങ്കിലല്ലേ ഒരു കറിയാവുള്ളൂ. രണ്ടും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പയറും പാവയ്ക്കയും പിന്നെ നമുക്ക് വഴുതനങ്ങയും കൂടെ
ഒരെണ്ണം എടുക്കാം. ഇതിലേതാണ് കൂടുതൽ ഭാഗമായതെന്ന് നോക്കാം. ഇതാണെന്ന് തോന്നുന്നു അല്ലേ, കുറച്ച് നിറമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. എടുത്തിട്ടുണ്ട്. ഇത് പാകമായിട്ടില്ല, അടുത്ത തവണ എടുക്കാം. ഇതാ ഇവിടെ ഒരു വെണ്ടയ്ക്ക ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. പക്ഷേ അത് കുറച്ച് മുറ്റിപ്പോയി. വിത്തിന് കിടക്കട്ടെ അല്ലേ. വെണ്ടയ്ക്ക മുറ്റിപ്പോയി. അപ്പോൾ ഇന്നെൻ്റെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ് ഇതത്രേ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിനി വീട്ടിൽ പോയി പാവയ്ക്കയും പയറും വഴുതനങ്ങയും ഒക്കെ കൂട്ടാൻ വച്ച് കഴിച്ചിട്ട് വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബായ്.